CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ നടപ്പാക്കുന്നത് പിണറായി സർക്കാരിന്റെ BJP RSS താൽപര്യങ്ങളെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് UDF തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികൾ ഭിന്നശേഷി വിഭാഗക്കാരെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതായി പരാതി. ഈ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിനെതിരെ പരാതി നൽകിയവരെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. ഇതിൽ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും അടങ്ങിയ ബാലറ്റ് പേപ്പർ പതിക്കുന്ന പ്രക്രിയ നടന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ ഏതാനും വോട്ടിംഗ് യന്ത്രങ്ങളിൽ മോക്ക് പോളും നടന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് എടാക്കലിൽ വാശിയേറിയ ത്രികോണ മത്സരം. പഞ്ചായത്ത് മുസ്ലിം ലീഗ് മുൻ പ്രസിഡന്റും നിലവിൽ വാർഡ് സെക്രട്ടറിയുമായ മുഹമ്മദ് അലി എന്ന മാനുപ്പ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തു വന്നതാണ് വാർഡിലെ മത്സരം കടുപ്പിച്ചത്. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ 15ാം വാർഡ് ഹൈസ്കൂൾ കുന്നിൽ LDF സ്ഥാനാർത്ഥിക്കായി മുൻ പോലീസ് ഉദ്യോഗസ്ഥരായ സഹപ്രവർത്തകർ വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്ത്. പോലീസിൽ നിന്നും വിരമിച്ച KK ബാലകൃഷ്ണനാണ് LDF സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത്. ഞങ്ങള് ബാലകൃഷ്ണന് വോട്ട് അഭ്യർത്ഥിക്കാൻ വന്നതാണ്. ബാലകൃഷ്ണന്റെ സഹപ്രവർത്തകരായിരുന്നു, പോലീസിൽ റിട്ടയർ ആണ്. അപ്പം ഈ പ്രാവശ്യത്തെ വോട്ട് അതൊരു തീരുമാനിച്ചു. സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ ഹൈസ്കൂൾ കുന്നിൽ ബാലകൃഷ്ണനു വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനായി അദ്ദേഹത്തോടൊപ്പം ജോലിയിൽ നിന്നും വിരമിച്ച മുൻ പോലീസ് സഹപ്രവർത്തകരുടെ സംഘം വാർഡിലെത്തി വീടുകൾ തോറും കയറി പ്രചാരണം നടത്തി. പോലീസിന്റെ സംഘടനാ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ബാലകൃഷ്ണനെ വാർഡിലെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്നും ജനകീയനായ അദ്ദേഹത്തിന് വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്നും സഹപ്രവർത്തകർ അഭ്യർത്ഥിച്ചു. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനാണ്. മാത്രമല്ല ഈ ആലിപ്പറമ്പ് പഞ്ചായത്തിന്റെ ഈ പ്രദേശത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ വികസനത്തിന് വേണ്ടിയും ഇവിടുത്തെ നാട്ടുകാരുടെ എല്ലാ കാര്യങ്ങൾക്കും സജീവമായി ഇടപെടുന്ന ഒരാളായിരുന്നു ബാലകൃഷ്ണൻ. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 3 പേരും ഇവിടെ ബാലകൃഷ്ണൻ്റെ കൂടെ പെരിന്തൽമണ്ണ ജോലി ചെയ്തവരാണ്. അതുപോലെ ബാലകൃഷ്ണൻ്റെ റേഞ്ച് ഞങ്ങൾക്കറിയാം. ബാലകൃഷ്ണൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസുകാരൻ ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നില്ല, ഞങ്ങളൊരു നല്ലൊരു സംഘാടകനാണ് ബാലകൃഷ്ണൻ. ഇപ്പോൾ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമിതി അംഗം എന്ന നിലയിലും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ, പിന്നെ കൂടാതെ ഞങ്ങളുടെ പോലീസിന്റെ സൊസൈറ്റി, ആ സൊസൈറ്റീൻ്റെ ഒരു നായകത്വം വഹിച്ചുകൊണ്ട് അതിനെ ഒരു നല്ല നിലയിലേക്ക് ആ സൊസൈറ്റിയെ എത്തിക്കുന്നതിലും ഒക്കെ നിർണായകമായ പങ്കുവഹിച്ച ഒരാളാണ് ബാലകൃഷ്ണൻ. അതുകൊണ്ട് ഒരു നാട്ടിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അറിഞ്ഞു പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളാണ് ബാലകൃഷ്ണൻ. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബാലകൃഷ്ണനെ നാടിന്റെ വികസന പ്രവർത്തനത്തിലേക്ക് വരണം എന്ന ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് വേണ്ടി വന്നത്. വാർഡിലെ അടിസ്ഥാന വികസന കാര്യങ്ങളിൽ UDF പരാജയമാണെന്നും അതിനെതിരായ ജനവികാരം തനിക്ക് അനുകൂലമായി മാറുമെന്നും LDF സ്ഥാനാർത്ഥി KK ബാലകൃഷ്ണൻ പറഞ്ഞു. ഏതൊരു വീട്ടിൽ ചെല്ലുമ്പോഴും നമ്മളോട് പറയുന്നത് ഈ റോഡ് നന്നാക്കണം എന്നാണ്. ആ റോഡ് നന്നാക്കാൻ ഈ നാട്ടില് ഇപ്രാവശ്യം നമ്മുടെ ഗവൺമെന്റ് തന്നെ നല്ലൊരു ഫണ്ട് ഇതിലേക്ക് വകയിരുത്തിയിട്ടുണ്ട്. ഈ റോഡ് ഈ മാർച്ച് മാസത്തിന്റെ മുമ്പായിട്ട് നമ്മുടെ നാട്ടില് ഉള്ള, അതായത് പള്ളിക്കുന്ന് കാളികടവ് റോഡും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഹൈസ്കൂൾ വില്ലേജ് റോഡും ഈ മാർച്ച് മാസമാകുമ്പോൾ നല്ല സഞ്ചാരയോഗ്യമാക്കിയിട്ട് നാട്ടുകാർക്ക് സമർപ്പിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മളെ ഗവൺമെന്റ് നടത്തുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ ലൈഫ് മിഷൻ പദ്ധതി ഏറ്റവും കുറഞ്ഞ വീടുകൾ നമ്മുടെ പഞ്ചായത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളെ ഈ വാർഡിലും ഏറ്റവും കുറവ്, അതായത് നമ്മൾ തൊട്ടടുത്ത പഞ്ചായത്ത് പരിശോധിച്ചാൽ അറിയാം, താഴേക്കോടും അതുപോലെ തന്നെ നമ്മുടെ ഏലംകുളവും 1000-ൽ പരം വീടുകളാണ് ഈ 5 വർഷം കൊണ്ട് കൊടുത്തത്. ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികൾ ജനോപകാരപ്രദമായി നമ്മുടെ വാർഡിലും എല്ലാവർക്കും കിട്ടുന്ന രൂപത്തിൽ നല്ലൊരു വികസനം, അതായത് സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭരണസമിതിയായി ഒരു ഭരണസമിതി ഈ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ വരണം. അതോടൊപ്പം ഈ വാർഡിലും അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ ആളുകൾക്കും കുടിവെള്ളം ഉൾപ്പെടെ, അതായത് വീട്, അതുപോലെ പെൻഷൻ,
അർഹതപ്പെട്ട ഇവിടെ അതിദരിദ്രരില്ലാത്ത കേരളമായി പ്രഖ്യാപിച്ച കേരളം, ആ കേരളത്തിൽ ആലിപ്പറമ്പിൽ അതിദരിദ്രരായിട്ട് അവരെ ആരെയാണോ കൊടുക്കേണ്ടത് അവരെ അല്ല കൊടുക്കുന്നത് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആളുകളെ ഒരു പക്ഷഭേദവുമില്ലാതെ, അതായത് അർഹരായ എല്ലാ ആളുകൾക്കും ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി വരും കാലങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഈ വാർഡിൽ മുൻ വാർഡ് മെമ്പറായ എൻ മോഹൻദാസാണ് UDF സ്ഥാനാർത്ഥി. അതേസമയം ഹൈസ്കൂൾ കുന്ന് വാർഡിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. CCN പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികൾ ഭിന്നശേഷി വിഭാഗക്കാരെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതായി പരാതി. ഈ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിനെതിരെ പരാതി നൽകിയവരെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. ഇതിൽ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ കച്ചേരിക്കുന്ന്, കുറ്റിക്കോട് തെക്കേ വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളാണ് ഭിന്നശേഷി വിഭാഗക്കാരെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതായി പരാതിയുള്ളത്. ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പരിവാർ സംഘടന ഭാരവാഹികളാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഭിന്നശേഷി കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് പരിവാർ സംഘടന ജില്ലാ കോർഡിനേറ്റർ മജീദ് പറക്കാടൻ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രക്ഷിതാക്കളുടെ സമ്മതം ഉണ്ടോ എന്നുള്ളത് എല്ലാവർക്കും ഇതിൽ പറയില്ലായ്മയാവും. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകളെ, ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ വ്യക്തി വലിയ രീതിയിലുള്ള സമൂഹത്തിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തും ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഇല്ല, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശസ്തനായിട്ടുള്ള ആളാണ്. ഈ വ്യക്തി എന്താണോ ചെയ്യുന്നത് അത് ഓരോ ആളുകളും വീടിന്റെ അകത്തളങ്ങളിൽ ഓരോ ആളുകളും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വ്യക്തി ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആളുകളെ മനസ്സിൽ അതെന്താവും? ഒരു സഹതാപം, സിമ്പതിക്ക് കാരണമാവും. സ്വാഭാവികം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ആ പേജ് തുറന്നു നോക്കാൻ അറിയാം, വളരെ മ്ലേച്ഛമായ അല്ലെങ്കിൽ അവഹേളിക്കുന്ന അഭികീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഓരോ ആളുകൾ കമന്റ് ചെയ്യുന്നത്. അതിനൊക്കെ പരിഹാസപാത്രമായത് എന്തുകൊണ്ടാണ്? ഈ ആളെ പരിഹാസപാത്രമാക്കിയത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ ഒരു തെറ്റായ ധാരണയാണ് സമൂഹത്തിൽ കൊണ്ടുവരുന്നത് മനസ്സിലാക്കുന്നത്. പരാതി നൽകിയ തന്നെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് എത്തിയപ്പോൾ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. ഇതിൽ പോലീസ് കേസെടുത്തതായും ഇവർ പറഞ്ഞു. ഇത് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതി അന്വേഷണം ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച 5-ാം തീയതി ഞാൻ അസർ നമസ്കാരിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ 12-ാം വാർഡിലെ സ്ഥാനാർത്ഥിയും ഒരു 4-5 പേരും കൂടിയിട്ട് എന്നെ ആ നമസ്കാരം കഴിഞ്ഞ് എണീക്കുന്നതിന് മുമ്പ് എന്നെ തടഞ്ഞു വെക്കുകയും ആ പള്ളിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ സമ്മതിക്കില്ലെന്നും, അതുപോലെ തന്നെ ഈ മേഖലയിൽ ഇങ്ങോട്ട് വന്നാൽ ഇതിന് ജീവനോടെ വിടില്ല എന്നും പറഞ്ഞ് എന്നെ വധഭീഷണി മുടക്കിക്കൊണ്ട് അതിലൊരു സാധാരണ ഒരു വാക്കുണ്ട്, ഊരുവിലക്ക് എന്ന് പറയും. അത്രയും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം എനിക്ക് നേരിട്ടത്. ഈ പറഞ്ഞ ആള് എന്ന് പറയുന്നത് ഒരു മഹല്ലുകളുടെയൊക്കെ ഒരു ഏകോപനമുള്ള ഒരു നേതാവ് കൂടിയാണ്. ഒരാൾ ഈ സ്ഥാനാർത്ഥിയാണ്. വളരെ ആസൂത്രിതമായിട്ട് എനിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അവിടുന്ന് ഉണ്ടാവാനുള്ള ഒരു ശ്രമമായിരുന്നു നടന്നത്. അതുപോലെ തന്നെ എന്നെ അധിക്ഷേപിച്ചെന്ന് മാത്രമല്ല, എൻ്റെ ഭിന്നശേഷിയായിട്ടുള്ള മകളെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു മോശം പദപ്രയോഗം കൂടി അവിടെ നടത്തിക്കൊണ്ട് എന്നെ മാനസികമായിട്ട് വളരെ വലിയ രീതിയിൽ മുറിവേൽപ്പിച്ചു. അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി മുതൽ അവർക്കെതിരെ പരാതി ആയിട്ട് മുന്നോട്ട് പോകരുത് എന്ന രീതിയിൽ അവരെന്നെ വലിയ ആസൂത്രിതമായിക്കൊണ്ട് സംഘം ചേർന്നുകൊണ്ട് അവരെന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുകയാണ്. അപ്പം അതിനെതിരെ ഞാൻ അന്ന് തന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മൊഴി കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിൻ്റെ FIR പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പരിവാർ മുനിസിപ്പൽ കമ്മിറ്റി അംഗം C രാമകൃഷ്ണൻ, CK മുഹമ്മദ് അലി എന്നിവരും പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ 12-ാം വാർഡ് പള്ളിക്കുന്നിലെ LDF സ്ഥാനാർത്ഥി സുലൈമാന്റെ പര്യടനം വാർഡിന്റെ കിഴക്കൻ മേഖലകളിലും പൂർത്തിയായി. LDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സുലൈമാൻ കുടാ ചിഹ്നത്തിലാണ് വോട്ട് തേടുന്നത്. വാർഡിലെ വിവിധ ഭാഗങ്ങളിൽ 1ഉം 2ഉം തവണ പര്യടനം നടത്തിയ ശേഷമാണ് സ്ഥാനാർത്ഥിയും സംഘവും കഴിഞ്ഞ ദിവസം പെരുമ്പാലപ്പാറ ഭാഗത്തെ വീടുകളിലേക്ക് എത്തിയത്. വാർഡ് കൺവീനർ K ചന്ദ്രൻ, മുൻ വാർഡ് മെമ്പർ K വാസുദേവൻ,
ബ്രാഞ്ച് സെക്രട്ടറി സനൽ, ബൂത്ത് കൺവീനർ രാമചന്ദ്രൻ, ബാലകൃഷ്ണൻ എന്നിവർ സ്ഥാനാർത്ഥിയോടൊപ്പം പ്രചാരണത്തിന് നേതൃത്വം നൽകി. LDF സർക്കാർ നടപ്പാക്കിയ വികസന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചാണ് പ്രവർത്തകർ വോട്ടഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ തവണ LDF വിജയിച്ച വാർഡായതിനാൽ ഇത്തവണയും വിജയം ആവർത്തിക്കാനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയും മുന്നണിയും. പള്ളിക്കുന്ന് വാർഡിൽ സുലൈമാനു പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി TK നവാസ്, BJP സ്ഥാനാർത്ഥിയായി NK ശ്രീജിത്ത് എന്നിവരും മത്സരരംഗത്തുണ്ട്. CCN ചെത്തല്ലൂർ. തച്ചനാട്ടുകര പഞ്ചായത്തിലെ 16-ാം വാർഡ് കാവുവട്ടത്ത് ശക്തമായ പോരാട്ടം. അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ ജനവിധി തേടുന്ന DYFI മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി അംഗം രതീഷ് പൊത്തിരത്താണ് LDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ ഭരണസമിതിയിലെ LDF അംഗത്തിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും അതിന്റെ തുടർച്ചയായി വാർഡിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുമാണ് പ്രചാരണം പുരോഗമിക്കുന്നത്. വാർഡിലെ വിവിധയിടങ്ങളിൽ കുടുംബയോഗങ്ങളും സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണ പരിപാടികളും സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ചെത്തല്ലൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി EM നവാസ്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പ്രിയ എന്നിവർ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്ന് വോട്ടർമാരിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി. AIYF ജില്ലാ സെക്രട്ടറി കബീർ, ചന്ദ്രൻ, ബിന്ദു, മറ്റ് മെമ്പർമാർ, പാർട്ടി പ്രവർത്തകർ എന്നിവർ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നമുക്കറിയാം, 2016 മുതൽ കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം നൽകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതികൾ, വികസനങ്ങൾ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെടെയുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ മുഴുവൻ വിശദാംശങ്ങൾ ഈ സമയത്ത് പറഞ്ഞു പോകാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു എന്നെല്ലാം തന്നെ ഈ നാട്ടിലെ എല്ലാവർക്കും നല്ലപോലെ ഓർമ്മയുണ്ട്. CCN ചെത്തല്ലൂർ. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ 12-ാം വാർഡായ പള്ളിക്കുന്നിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ TK നവാസ് വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. ആപ്പിൾ ചിഹ്നത്തിൽ ജനവിധി തേടിയാണ് നവാസ് ഇത്തവണ മത്സരിക്കുന്നത്. രണ്ടാം തവണയാണ് നവാസ് മത്സര രംഗത്തെത്തുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം 13-ാം വാർഡായ കുന്നനാത്തെ മെമ്പറായിരുന്നു അദ്ദേഹം. അന്ന് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് വിജയം നേടിയത്. കഴിഞ്ഞ ഭരണസമിതിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം വോട്ടർമാരോട് പറഞ്ഞു. നിലവിൽ 1900 വോട്ടർമാരുള്ള പള്ളിക്കുന്നം വാർഡിൽ TS ഓഡിറ്റോറിയം മുതൽ പെരുമ്പാലപ്പാറ വരെയുള്ള പ്രദേശങ്ങൾ, കൊടക്കാട്, ചോരാണ്ടി ജലനിധി ഓഫീസ് പരിസരം എന്നിവിടങ്ങളിലാണ് പര്യടനം പൂർത്തിയാക്കിയത്. സുകുമാരൻ, അലി അക്ബർ, അഷറഫ്, കുട്ടൻ, മൊയ്തീൻകുട്ടി, സജീർ, പ്രിയേഷ് എന്നിവരും പര്യടനത്തിന് നേതൃത്വം നൽകി. CCN ചെത്തല്ലൂർ. തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തച്ചനാട്ടുകര പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ കുടുംബയോഗങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി തെക്കുമുറി 15-ാം വാർഡിലെ കുടുംബയോഗം ഞായറാഴ്ച ഊരക്കാട് ഭാഗത്ത് നടന്നു. മുൻ തച്ചനാട്ടുകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാമൻകുട്ടിഗുപ്തൻ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു. അത്രയും അലഞ്ഞു കിടന്നിരുന്ന നമ്മുടെ വാർഡിൽ ഇത്രയും നല്ല ടോപ്പ് വികസനം വന്ന് നമ്മളെല്ലാവർക്കും മനസ്സമാധാനം ഈ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളും ഞാനും കൂടി ഒത്തൊരുമിച്ച് നമ്മുടെ ഈ ഭാഗത്തെ കൂട്ടായ്മ, അതിൽ യാതൊരു കരടുമില്ല. അവിടെ പിന്നെ കോൺഗ്രസ് ആണെന്നോ ലീഗാണെന്നോ ഹിന്ദു ആണെന്നോ മുസ്ലിം ആണെന്നോ യാതൊരു വിചാരമില്ലാതെ നമ്മൾ ഒത്തു പ്രവൃത്തി ചെയ്തതിന്റെ ഗുണനിലവാരമാണ്. സ്ഥാനാർത്ഥികളുടെ സംഗമവും നടന്നു. ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷൻ UDF സ്ഥാനാർത്ഥി റഫീഖ പാറോക്കോട്ട് ചടങ്ങിലെത്തി വോട്ടഭ്യർത്ഥന നടത്തി. ചടങ്ങിൽ തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കൃഷ്ണദാസ് പൊത്തിരത്ത്, മുസ്തഫ, ലത്തീഫ്, കുഞ്ഞാണി, സ്ഥാനാർത്ഥിയായ സതീശൻ, നിസാർ തെക്കുമുറി, രമേശൻ നമ്പൂതിരി, ശ്രീധരനുണ്ണി, കുഞ്ഞലവി, മുൻ മെമ്പർ പാർവതി ഹരിദാസ് എന്നിവർക്കൊപ്പം മറ്റു പ്രവർത്തകരും സംബന്ധിച്ചു. CCN ചെത്തല്ലൂർ. മലപ്പുറം ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും അടങ്ങിയ ബാലറ്റ് പേപ്പർ പതിക്കുന്ന പ്രക്രിയ നടന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ ഏതാനും വോട്ടിംഗ് യന്ത്രങ്ങളിൽ മോക്ക് പോളും നടന്നു. ജില്ലയിലാകെ 27 സ്വീകരണ വിതരണ കേന്ദ്രങ്ങളാണ് ഉള്ളത്. ഓരോ ഇടത്തേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാലറ്റ് യൂണിറ്റുകൾ സജ്ജമാക്കുന്നത്. ത്രിതല പഞ്ചായത്ത് തലത്തിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയ്ക്കായി 3 ബാലറ്റ് യൂണിറ്റുകളും ഒരു കൺട്രോൾ യൂണിറ്റുമാണ് സജ്ജമാക്കുന്നത്. മുനിസിപ്പാലിറ്റി തലത്തിൽ 1 വീതം ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും സെറ്റ് ചെയ്യും. വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ വെച്ചിട്ടുള്ള 3 ബാലറ്റ് യൂണിറ്റുകൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നീ ക്രമത്തിലാണ്
സജ്ജീകരിക്കുക. ഒരു ബാലറ്റ് യൂണിറ്റിൽ 15 വരെ സ്ഥാനാർത്ഥികളെയാണ് ക്രമീകരിക്കുന്നത്. ഏതെങ്കിലും തലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം 15-ൽ കൂടുതലുണ്ടെങ്കിൽ രണ്ടാമതൊരു ബാലറ്റ് യൂണിറ്റ് കൂടി സജ്ജമാക്കും. 16 മുതലുള്ള സ്ഥാനാർത്ഥികളുടെ വിവരം രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റിലാണ് ക്രമീകരിക്കുക. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ക്രമനമ്പർ, പേര്, ചിഹ്നം എന്നിവയടങ്ങിയ ബാലറ്റ് ലേബലാണ് ബാലറ്റ് യൂണിറ്റിൽ സജ്ജമാക്കുന്നത്. ഇത് സ്ഥാനാർത്ഥികളുടെയും പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരിക്കും നടത്തുക. ഗ്രാമപഞ്ചായത്തിന്റെ ബാലറ്റ് ലേബൽ വെള്ള നിറത്തിലും, ബ്ലോക്ക് പഞ്ചായത്തിന്റേത് പിങ്ക് നിറത്തിലും, ജില്ലാ പഞ്ചായത്തിന്റേത് ആകാശനീല നിറത്തിലുമുള്ളതാണ്. നഗരസഭകളിൽ വെള്ള നിറത്തിലുള്ള ബാലറ്റ് ലേബലുകളാണ് ഉപയോഗിക്കുന്നത്. കാൻഡിഡേറ്റ് സെറ്റിംഗിന് ശേഷം പരീക്ഷണാടിസ്ഥാനത്തിൽ ഏതാനും വോട്ടിംഗ് യന്ത്രങ്ങളിൽ മോക്ക് പോൾ നടന്നു. തുടർന്ന് മോക്ക് പോൾ ഫലം ഡിലീറ്റ് ചെയ്ത് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചു. വോട്ടെടുപ്പിന്റെ തലേദിവസം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മറ്റു പോളിംഗ് സാമഗ്രികൾക്കൊപ്പം യന്ത്രങ്ങളും വിതരണം ചെയ്യും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് സാങ്കേതിക തകരാറുകൾ അനുഭവപ്പെട്ടാൽ റിസർവ് EVM മെഷീനുകളും സജ്ജമാണ്. 20% റിസർവ് EVM മെഷീനുകൾ റിട്ടേണിംഗ് ഓഫീസർമാരുടെ അധീനതയിൽ സൂക്ഷിക്കും. CCN മലപ്പുറം. പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ മത്സരിച്ച ഇനങ്ങളിലെല്ലാം വിജയിച്ച് തീർത്ത സുഭാഷ്. ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, മാപ്പിളപ്പാട്ടിലും മിന്നും വിജയം നേടിയാണ് ഈ റിയാലിറ്റി ഷോ താരം ആദ്യ സംസ്ഥാന കലോത്സവത്തിന് തയ്യാറാകുന്നത്. വിശാലാക്ഷി വിശ്വേശി വിശാലാക്ഷി വിശ്വേശി ഭജരേ രേ മാനസ സദാ. കുണ്ടൂർക്കുന്ന് TSNM ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തീർത്ത സുഭാഷ്. ഹൈസ്കൂൾ വിഭാഗം ലളിതഗാനത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും 1ാം സ്ഥാനവും മാപ്പിളപ്പാട്ടിൽ 2ാം സ്ഥാനവും എ ഗ്രേഡും തീർത്ത സുഭാഷ് നേടി. വിശാലാക്ഷി വിശ്വേശി. ചെർപ്പുളശ്ശേരി സബ് ജില്ലയിൽ നിന്ന് ലളിതഗാനത്തിൽ അപ്പീലുമായി വന്നാണ് തീർത്ത സുഭാഷ് ജില്ലാതലത്തിൽ മിന്നും വിജയം നേടി സംസ്ഥാന കലോത്സവത്തിനൊരുങ്ങുന്നത്. വളരെ സന്തോഷം തോന്നുന്നു. പിന്നെ ഞാൻ ലളിതഗാനം എനിക്ക് സബ് ജില്ലയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പീലായിട്ട് വന്നതാണ് ജില്ലക്ക്. പക്ഷെ ജില്ലയിലേക്ക് ഫസ്റ്റ് കിട്ടി. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഇങ്ങനെ ക്ലാസിക്കൽ പഠിപ്പിച്ചിരുന്നത് ശ്രീഷ്ണത്തുള്ള മീര ടീച്ചറാണ്. പിന്നെ ഇങ്ങനെ സിനിമ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു തരുന്നത് നീലേശ്വരത്തുള്ള ഉമേഷ് സാറാണ്. പിന്നെ ഞാൻ മാപ്പിളപ്പാട്ടിനുണ്ടായിരുന്നു, അപ്പോൾ അതിലെനിക്ക് സെക്കൻഡ് എ ഗ്രേഡാണ്. അപ്പോൾ അതെനിക്ക് പഠിപ്പിച്ചു തന്നത് സിമ്യ മാം ആണ്, കണ്ണൂരിലുള്ള. അപ്പോൾ ഞാൻ 5 വയസ്സു മുതൽ തീർത്ത പാട്ടു പഠിക്കുന്നുണ്ട്. ശാസ്ത്രീയ സംഗീതത്തിൽ ഗുരുനാഥ മീര രാമോഹനും ലളിതഗാനത്തിൽ ഗുരു ഉമേഷുമാണ്. വളരെയധികം സന്തോഷമുണ്ട്. മോൾ ആദ്യമായിട്ടാണ് സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടുന്നത്. കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിലായിരുന്നു. ആ സമയത്ത് നമ്മൾ വേറൊരു റിയാലിറ്റി ഷോ ആയതുകൊണ്ട് നമുക്ക് ജില്ലാതലം മത്സരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് മോള് സംസ്ഥാന തലം. അത് ശാസ്ത്രീയ സംഗീതത്തിലായത് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ലളിതഗാനത്തിൽ നമ്മൾ അപ്പീലുമായിട്ട് വന്നിട്ട് ഫസ്റ്റ് അടിച്ചതിൽ അതിലേറെ ഒരു സന്തോഷം നമുക്കുണ്ട്. മാപ്പിളപ്പാട്ടിൽ ആദ്യമായാണ് മത്സരിക്കുന്നത്. തീർത്ത ഇതുവരെ 5 സിനിമകളിൽ പാടിയിട്ടുണ്ട്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ, അമൃത സൂപ്പർ സ്റ്റാർ എന്നീ റിയാലിറ്റി ഷോകളിലും പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി സ്റ്റേജ് ഷോകളിലും സ്ഥിര സാന്നിധ്യമാണ് തീർത്ത സുഭാഷ്. കുലുക്കിലിയാടാണ് സ്വദേശം. CCN പാലക്കാട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് എടാക്കലിൽ വാശിയേറിയ ത്രികോണ മത്സരം. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റും നിലവിൽ വാർഡ് സെക്രട്ടറിയുമായ മുഹമ്മദ് അലി എന്ന മാനുപ്പ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നതാണ് വാർഡിലെ മത്സരം കടുപ്പിച്ചത്. പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് മുഹമ്മദ് അലി കുട ചിഹ്നത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ലീഗ് വിമതനായി മത്സരിച്ച C മുഹമ്മദ് ഫൈസലാണ് ഇവിടെ UDF സ്ഥാനാർത്ഥിയായി കോണി ചിഹ്നത്തിൽ മത്സരരംഗത്തുള്ളത്. LDF-നായി CK മുഹമ്മദ് അലിയും മത്സരിക്കാനിറങ്ങുമ്പോൾ വാർഡിൽ ശക്തമായ മത്സരം ഉറപ്പായി. 30 വർഷക്കാലമായി താൻ പാർട്ടിക്ക് വേണ്ടി വാർഡിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ആ ജനപിന്തുണ തനിക്ക് ലഭിക്കുമെന്നും മാനുപ്പ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. തന്റെ കൂടെ വാർഡിലെ ഉറച്ച ലീഗ് പാർട്ടി അനുഭാവികൾ ഉണ്ടെന്നും വോട്ടെണ്ണുമ്പോൾ വിജയം ഉറപ്പായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗ് ഔദ്യോഗിക ചിഹ്നം കൊടുത്ത് നിർത്തിയ സ്ഥാനാർത്ഥി 6 വർഷത്തിന് സാധിക്കരുത് ഞങ്ങൾ പുറത്താക്കിയതാണ്. 1 വർഷം ഇനി ബാക്കി നിൽക്കുകയാണ്. അതിലടക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, പാർട്ടിയിൽ വന്നിട്ടില്ല.
ഇത് ഇവർ പാട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് കമ്മിറ്റി അവർക്ക് താല്പര്യങ്ങളാണ്. പാട്ട് നിലനിൽക്കണോ വേറൊന്നുമില്ല. ഇവിടെ അടാക്ക വന്ന് കോണിയുടെ മത് പറയണു. 5 വർഷം മുന്നേ ഇവരെ കയ്യിലാ കോണി ഉണ്ടാകുന്നോ? കോണിന്റെ കയ്യിലായിരുന്നു. ഞാനല്ല, ഞാൻ നേതൃത്വം കൊടുത്തിരുന്ന മുസ്ലിം ലീഗിന്റെ കയ്യിലായിരുന്നു കോണി. അന്ന് ഇവർക്ക് കോണി ഇവിടുന്ന് അഴിച്ചു കെട്ടിയിട്ട് പോലും മറ്റേ ജനകീയ മുന്നണി എന്ന് പറഞ്ഞിട്ട് ഒരു തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയിട്ട് കോണിയും പച്ചക്കൊടിയൊക്കെ പാടെ റോട്ടിൽ കൂടെ അലക്കുന്ന ആളുകളാണ് അവര്. അന്നും ഇതാ ഈ കാരണന്മാരാണ് ഈ കോണിനെയും പറ്റി സംരക്ഷിക്കുന്നത്. കോണി പെണ്ണാട് ആളുകൾ ചോദിക്കുന്നു എന്തുകൊണ്ട് കോണി ഇട്ടിയതാണ്. കോണിന്റെ ഹൃദയത്തിലാണ്. ഇപ്പൊ കൊടയാണ് എന്റെ കയ്യിലുള്ളത്. ജയിച്ച് 5 വർഷം ജനങ്ങൾക്ക് തണൽ കൊടുക്കാനുള്ളതാണ് ഈ കൊട. കോണിന്റെ ഹൃദയത്തിലുണ്ട്, മുസ്ലിം ലീഗിന്റെ ഹൃദയത്തിൽ. ഒരിക്കലും ഞാൻ പാർട്ടിക്കെതിരല്ല. എനിക്ക് പിന്നെ ഒരു മോഹഭംഗത്തിന്റെ പേരിൽ മത്സരിക്കുമല്ല. ഇതൊരു പ്രതിഷേധമാണ്. ഇവിടെ കോണിന്റെ മതി പറഞ്ഞ് നടക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് കമ്മിറ്റി, പിന്നെ പാണക്കാട്ടിൽ നിന്ന് പൂക്കോയത്തങ്ങൾ കൈമാറിയ കോണിയാണ് അത് മറക്കിയതെന്ന് പറയുന്നത്. ഇനി ഒരൊറ്റ ചോദ്യമാണ്, എന്തുകൊണ്ട് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ മറ്റു വാർഡുകളിൽ ഇവര് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് ജീപ്പും കൊടയും പടിയൊക്കെ കൊടുക്കണം? എന്താണ് അവിടെ പാണക്കാട് തങ്ങൾ കൊടുത്ത കോണില്ലേ? അതോ ഈ എടാക്ക മാത്രമേ ഉള്ളൂ? എടാക്കൽക്ക് മാത്രമാണോ പാണക്കാട് തങ്ങൾ കോണി തന്നിട്ടുള്ളത്? അവിടെ എന്താണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ജീപ്പ് ചിഹ്നത്തിലാണ്. ഏത് തങ്ങളാണ് ജീപ്പ് കൊടുത്തിട്ടുള്ളത്? അത് അവർ വ്യക്തമാക്കട്ടെ. ഇവിടെ എടാക വന്നിട്ട് ഈ കോണിയുടെ മത് ഇങ്ങനെ പറയാം. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. മുസ്ലിം ലീഗ് പ്രവർത്തകര്, UDF പ്രവർത്തകര് ഇതിന്റെ പിന്നാലുണ്ട്. അത് വോട്ടായി മാറും ചെയ്യും, അത് ജയിക്കും ചെയ്യും. ഈ പ്രസ്ഥാനത്തിന് എടായ്ക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവരെല്ലാരും കൂടെ കഠിന അധ്വാനം ചെയ്തിട്ട് ഇവരിന്റെ കൂടെ ഉണ്ട്. നിലവിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പാണക്കാട് തങ്ങൾ പുറത്താക്കിയയാളെയാണ് ലീഗ് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതെല്ലാം ലീഗിലെ ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണെന്നും മുഹമ്മദ് അലി പറഞ്ഞു. ഈ 10 വർഷത്തിന്റെ അടിയിൽ എന്തെല്ലാം ഇവിടെ കാട്ടിക്കൂട്ടിയുള്ളവര്. ബഹുമാനനായ അഖിലേന്ത്യാ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് എടായ്ക്ക ഭാഗത്തു കൂടെ മൂപ്പര ഇലക്ഷന് പ്രചരണത്തിന് വന്നപ്പോ നടുറോട്ടിലിട്ട് മൂപ്പര അപമാനിച്ചതിന് സസ്പെൻഷൻ വാങ്ങിയ ടീമാണ് ഇവര്. അതിന്റെ പുറത്ത് നജീബ് സാഹിബ് പെരിന്തൽമണ്ണയിൽ വന്നിട്ട് എങ്ങനെയാലും തന്നെ എല്ലാ ജനങ്ങൾക്കും ഒരു ഇതിലൊരാളാണ് വന്നത്. 38 വോട്ട് കൊണ്ടാണെങ്കിലും ശരി, മൂപ്പര് 38,000 തളക്കം മൂപ്പര് തിളങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തെ പോയി ഇതേ തൊട്ടടുത്ത് ഇവിടുന്ന് ഒരു 500 മീറ്റർ ഇല്ല, ഇവിടെ ഒരു പിന്നെ ഗ്രൗണ്ട് ഉണ്ട്, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉദ്ഘാടനത്തിന് വന്നപ്പോ അദ്ദേഹത്തെ പോലും തെറി വിളിച്ച് അപമാനിച്ച് പിന്നെ ഇത് പിടിച്ചിട്ട് ഫ്ലക്സ് ബോർഡ് പിടിച്ചിട്ട് കൂക്കി വിളിച്ചിട്ട് കുമ്മനടിച്ചു പറഞ്ഞു. അത് വിവരമില്ലാത്തതുകൊണ്ട് പറയാണ്. കാരണം എന്താ അറിയോ, ഇപ്പൊ ഒരു ഭരണസമിതി പാസ്സാക്കിയ കാര്യങ്ങൾ ഉണ്ടാവും. അടുത്ത ഭരണസമിതിയാണ് അത് ഉദ്ഘാടനത്തിനും കാര്യങ്ങൾക്കും വരിക. ഈ ഭരണസമിതിക്ക് ചിലപ്പോൾ ആരും പോയിട്ടുണ്ടാവില്ല. അരിക്കാക്ക അന്ന് ഫണ്ട് അനുവദിച്ചു, ശരിയാണ്. അരിക്കാക്ക ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അരിക്കാക്ക ഇവിടുത്തെ MLA അരിക്കാക്ക മാറിയില്ലേ? ഇവിടെ MLA നജീബ് സാഹിബാണ് പിന്നെ ഉള്ളത്. ഇതാ തൊട്ടടുത്ത പിന്നെ വികസനം കൊണ്ട് വിപ്ലവം തീർത്ത ആളാണ് മുബാർക്ക് സാഹിബ്. അദ്ദേഹം ഈ ഫണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഈ ഗ്രൗണ്ടിലേക്ക് ഇനി നജീബ് സാഹിബിന്റെ ഒക്കെ എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് കരുതിയിട്ട് മൂപ്പരെ കൊടുന്നപ്പോ അത് കുമ്മനടിച്ചു. അത് പറഞ്ഞു പാച്ച തെറി വിളിച്ചിട്ട് മൂപ്പരെ അപമാനിച്ചു വിട്ട ടീമാണിത്. പക്ഷെ അവരൊക്കെ വില പിന്നാലെ കേട്ടോ. അതൊക്കെ മറന്നിക്കാണോ അതോ ഇനി മനസ്സിൽ വെച്ച് നടക്കാൻ എനിക്കറിയില്ല. പക്ഷെ ജനങ്ങൾ മറന്നിട്ടില്ല. ഇതൊക്കെ ജനങ്ങൾ ഈ വാഴങ്കടിയിലല്ലത്, വാഴങ്കട പ്രദേശത്തിലെ യുവാക്കൾക്ക് അത് നന്നായിട്ട് അറിയാതെ. ഇതൊക്കെ 13-ാം തീയതി വോട്ടായി മാറും, ഞാൻ ജയിക്കും, പരിപൂർണ വിശ്വാസം എനിക്കുണ്ട്. CCN പെരിന്തൽമണ്ണ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് UDF തിരഞ്ഞെടുപ്പ് റാലി നടന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ റാലി ഉദ്ഘാടനം ചെയ്തു.
വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ ജനങ്ങൾക്ക് അധികാരം കൈമാറ്റം നൽകിയ പഞ്ചായത്ത് രാജ് സംവിധാനം കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരുകളാണെന്നും അതിനാൽ ഇടതുപക്ഷത്തിന് ഇത് കൊട്ടിഘോഷിക്കാൻ അവകാശമില്ലെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കുന്നത് CPM-ന്റെ ഗവൺമെന്റ് അല്ല, മറിച്ച് പിണറായിയുടെ ഗവൺമെന്റ് ആണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളല്ല സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ബംഗാൾ ഇലക്ഷൻ വന്നപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിനെ കോൺഗ്രസ് എന്തോ ഡിച്ച് ചെയ്തു എന്ന് കാണിക്കാനായിട്ട് ഈ ചർച്ച ഇന്ന് മോഡി ആവശ്യപ്പെട്ടു. PMC പദ്ധതിയിലേക്കാണ് ഞാൻ പറഞ്ഞത് ആദ്യം വെച്ചത്. നമ്മുടെ കുട്ടികളെല്ലാം നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്നത് നല്ല ചരിത്രം പഠിക്കാനാണ്, നല്ല പാഠങ്ങൾ പഠിക്കാനാണ്. നല്ല ചരിത്രവും നല്ല പാഠവും പഠിക്കാൻ നമ്മുടെ കുട്ടികളെ അയക്കും. അവർ മോശമായ ചരിത്രം പഠിക്കാൻ പാടില്ല, വികലമായ പാഠങ്ങൾ പഠിക്കാൻ പാടില്ല. PMC എന്താണ് പഠിപ്പിക്കാൻ പറയുന്നത്? PMC നടപ്പിലാക്കാൻ പറഞ്ഞാൽ മുഗൾ സാമ്രാജ്യം ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടില്ലേ? ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? ഗുപ്ത സാമ്രാജ്യം ഉണ്ടായിരുന്നു, മൗര്യ സാമ്രാജ്യം ഉണ്ടായിരുന്നു, മുഗൾ സാമ്രാജ്യം ഉണ്ടായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിൽ അക്ബർ ചക്രവർത്തി ഉണ്ടായിരുന്നു, ബാബർ ചക്രവർത്തി ഉണ്ടായിരുന്നു. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്നും കെ.സി. വേണുഗോപാൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. നിയോജക മണ്ഡലം UDF ചെയർമാൻ MM സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ UDF ചെയർമാൻ PT അജയ് മോഹൻ, KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ്, MLA-മാരായ നജീബ് കാന്തപുരം, AP അനിൽകുമാർ, DCC പ്രസിഡന്റ് VS ജോയ്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ, ജനറൽ സെക്രട്ടറി S അബ്ദുൽ സലാം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ, TK ഹംസ, KK ബഷീർ, CT നൌഷാദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും റാലിയിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. ഇടത് ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണമാണ് കേരളത്തിന്റെ വൻ പുരോഗതിക്ക് കാരണമെന്ന് മുതിർന്ന CPIM നേതാവ് TK ഹംസ ചെറുകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മേഖലാ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാണിക്കാത്തവനെ പന്തല്ലേറ്റി നമ്മൾ പാട്ടുപാടി കൊണ്ടു നടക്കും. അതാണ് പിണറായി വിജയൻ. യാതൊരു കലാപവും നമ്മുടെ നാട്ടിലില്ല. പവർ കട്ടില്ല, അരി കിട്ടാത്ത കേസില്ല, ഭക്ഷണമില്ലാത്ത കേസില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഞാൻ 20 കൊല്ലം MLA ആയിട്ടുള്ള ആളാണ്. നിയമസഭയിൽ ഇരിക്കുമ്പോൾ ആന്റണി മുഖ്യമന്ത്രിയായ കാലത്താണ് 68 ഗവൺമെൻറ് സ്കൂളുകൾ പൂട്ടിയത്. എന്തിന്? കെട്ടിടം ചോർന്നൊലിച്ച് വീണ്, അധ്യാപകരില്ല, പാഠപുസ്തകം കൊടുക്കാൻ കഴിയണില്ല. ഗവൺമെൻറ് സ്കൂൾ മാനേജ്മെൻറ്റ് ആരാണ്? ഗവൺമെൻറ്റാണ്. കൊണ്ടു നടക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് പൂട്ടുക. മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ വരെ പൂട്ടാൻ നോട്ടീസ് കിട്ടി. CPI ജില്ലാ കമ്മിറ്റി അംഗം MA അജയ്കുമാർ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏലംകുളം ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P അഞ്ജന, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ K വിജയലക്ഷ്മി, ഉജില ആനന്ദ്, ഏലംകുളം ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്നിവർ സംസാരിച്ചു. CPIM ഏരിയ സെന്റർ അംഗം P ഗോവിന്ദപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം S ശ്രീരാജ് സ്വാഗതവും ലോക്കൽ സെക്രട്ടറി M സോമസുന്ദരൻ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രിക പുറത്തിറക്കി. നഗരത്തിന്റെ വികസനത്തിനായി IT പാർക്ക്, വ്യവസായ പാർക്ക് തുടങ്ങിയ ബൃഹത് പദ്ധതികൾ ഉൾക്കൊള്ളുന്നതാണ് പത്രിക. 5000 പേർക്ക് തൊഴിൽ, ഓരാടം പാലം, മാനത്തുമംഗലം ബൈപ്പാസ്, മൂസക്കുട്ടി സ്റ്റാൻഡ് രണ്ടാംഘട്ട വികസനം, EMS വിദ്യാഭ്യാസ കോംപ്ലക്സ്, സ്പോർട്സ് കോംപ്ലക്സ്, IT വ്യവസായ പാർക്ക്, കുളിർമല ടൂറിസം, വിനോദ പാർക്ക് തുടങ്ങി 30 വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പ്രകടന പത്രിക. പകൽ മാത്രമല്ല, നമ്മളിപ്പോൾ ചില വീടുകൾ പല ഘട്ടങ്ങളിലായി സന്ദർശിക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ ആളുകൾക്ക് അങ്ങനെ ആവശ്യമുണ്ട്. നമ്മളെ സൈമൺ ബ്രിട്ടോ കേന്ദ്രം പോലെ അത് ഭിന്നശേഷിക്കാർക്കായിട്ടാണ്. പക്ഷെ മുതിർന്ന പൗരന്മാർക്കും അങ്ങനത്തെ ചില ഒരു വാർഡിൽ ഒന്നോ അല്ലെങ്കിൽ 5 വാർഡ് കൂടുമ്പോൾ ഒന്നോ അവരെ നമ്മൾ എന്താണ് ചേർത്ത് പിടിക്കേണ്ടത്. അവരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ പദ്ധതി നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. മുനിസിപ്പൽ ചെയർപേഴ്സൺ P ഷാജി, വൈസ് ചെയർപേഴ്സൺ A നസീറ, CPM നേതാക്കളായ K ഉണ്ണികൃഷ്ണൻ, MK ശ്രീധരൻ, MM മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കേരളത്തിൽ നടപ്പാക്കുന്നത് പിണറായി സർക്കാരിന്റെ BJP RSS താൽപര്യങ്ങളെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് UDF തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികൾ ഭിന്നശേഷി വിഭാഗക്കാരെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതായി പരാതി. ഈ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിനെതിരെ പരാതി നൽകിയവരെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. ഇതിൽ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും അടങ്ങിയ ബാലറ്റ് പേപ്പർ പതിക്കുന്ന പ്രക്രിയ നടന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ ഏതാനും വോട്ടിംഗ് യന്ത്രങ്ങളിൽ മോക്ക് പോളും നടന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് എടാക്കലിൽ വാശിയേറിയ ത്രികോണ മത്സരം. പഞ്ചായത്ത് മുസ്ലിം ലീഗ് മുൻ പ്രസിഡന്റും നിലവിൽ വാർഡ് സെക്രട്ടറിയുമായ മുഹമ്മദ് അലി എന്ന മാനുപ്പ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തു വന്നതാണ് വാർഡിലെ മത്സരം കടുപ്പിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.